ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെയൊക്കെ പിണറായി വിജയൻ ഈ അടുത്ത കാലത്തായിട്ട് നന്നായിട്ട് ആക്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ ഗെയിം പ്ലാനിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇനിയും കൂടുതൽ അപകടങ്ങൾ ഇന്ത്യ സംഭവിച്ചു തരും. പക്ഷേ അതൊന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല. അദ്ദേഹം നന്നായിട്ട് ആക്രമിക്കുന്നു രാഹുൽ ഗാന്ധി. അതെന്താണെന്നറിയാമോ? അദ്ദേഹം BJP-യെ ഭയങ്കരമായി ഭയപ്പെടുന്നു. കാരണം ഒരുപാട് കേസ്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരാളാണോ? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ. എന്തുമാ ഈ BJP ഇതര സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ് എല്ലാവരും. ഇവിടെ എല്ലാം സെറ്റിൽമെൻ്റാണ്. ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള CBI കൊടുത്തേക്കുന്ന SNC ലാവ്ലിൻ കേസ് 40-ലധികം പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. എല്ലാ പ്രാവശ്യവും CBI ഹാജരാകാതെ ചോദിച്ചു മാറ്റുവാണ്. സെറ്റിൽമെൻ്റാണ്. മാസപ്പടി കേസ് എങ്ങോട്ട് പോയി? SIO അന്വേഷണം എവിടേക്കോ പോയി. അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ട് ED ഒരു സമൻസ് അയച്ചു. ഒരു പിടി ആർക്കുമില്ല. കരുവന്നൂരിൽ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പുള്ളൊരു വാർത്ത മാധ്യമങ്ങൾ കൊടുത്തത് കരുവന്നൂരിൽ ED പിടിമുറുക്കിയെന്ന് പറഞ്ഞു. ഞാനൊരു മറുപടി കൊടുത്തു. ED പിടിമുറുക്കിയത് കരുവന്നൂരിലല്ല, CPM നേതാക്കന്മാരുടെ കഴുത്തിനാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു. പിന്നെ ഈ ED-യുടെ ഒരു അന്വേഷണവും കരുവന്നൂരിലില്ല. കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കന്മാർക്ക് പങ്കാളിത്തമുണ്ട്. പക്ഷെ ഒറ്റ BJP നേതാക്കന്മാരെ പിണറായി വിജയൻ പ്രതികളാക്കിയില്ല, പരസ്പരം സഹായിച്ചു. ഇനി ഒരു കാര്യം കൂടി പറയാം, എനിക്ക് വലിയ വിഷമമുണ്ടാക്കിയ കാര്യം. തകരാത്ത പാലാരിവട്ടം പാലത്ത് കുറിച്ച് ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്ത് ജയിലിലടയ്ക്കാൻ നോക്കി. പഞ്ചവടി പാലം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ 150 സ്ഥലത്ത് തകർന്നു വീണു. ഒരാൾ മരിച്ചു ഇല്ലേ, കുറേ പേർക്ക് അപകടം ഉണ്ടായി. കുട്ടികളുടെ ഒരു ബസ് പോയത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഒരു പരാതിയും കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ല. ഞാൻ അത് കഴിഞ്ഞ് ഈ ഹൈവേ ഒക്കെ വീണ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോൾ ഞാൻ ഓർത്ത് ഈ പരാതി കൊടുക്കാനാണ് പോയത്. പക്ഷെ ഒരു ആമാടപ്പെട്ടി സമ്മാനമായിട്ടാണ് കൊടുത്തത്, 6 മുള കണ്ണാടി കൊടുത്തത്. അപ്പം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്, രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? രാഹുൽ ഗാന്ധി നയിക്കുന്ന ടീം BJP-യുടെ B ടീമാണെന്ന്. ഈ പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ആരെങ്കിലും പറയോ? അവിടെ നരേന്ദ്രമോദിക്കെതിരായി, സംഘപരിവാറിനെതിരായി, കേന്ദ്ര സർക്കാരിനെതിരായി, വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നത്. പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയാണ്. കൂസലില്ലാതെ ആ മനുഷ്യൻ ഫൈറ്റ് ചെയ്യാണ്, കോംപ്രമൈസ് ഇല്ലാതെ ഫൈറ്റ് ചെയ്യാണ്. 55 മണിക്കൂർ ഇവരുടെ ED കേസൊക്കെ പിരിച്ചുവിട്ടപ്പോൾ 55 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. സുഖമില്ലാതിരിക്കുന്ന സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു ED, എങ്ങനെയെങ്കിലും ഒരു കേസിൽ പെടുത്താൻ വേണ്ടിയിട്ട്. അത്രമാത്രം അവരുടെ പുറകെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി BJP-യുടെ B ടീമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധി അല്ല, നിങ്ങളാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവൂലേ? അപ്പോൾ BJP-യുടെ ഗുഡ് ബുക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.